हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन प्रेष नमस्ते ओम श्री मात्रे नमः പറയുന്ന കേൾക്കാമോ കേൾക്കുന്നുണ്ടോ ഓക്കെ ഇന്ന് മൂകാംബികയിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ദേവി വനഭോജനത്തിന് പോകുന്ന ദിവസമാണ് ദേവി വനഭോജനത്തിന് പോവാന്ന് പറയുമ്പോൾ ഇന്ന് ദേവി ഇന്ന് ദേവി സൗപർണികയുടെ അവിടെയുള്ള വനത്തിൽ പോയി പ്രസാദം കഴിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്കും ഒക്കെ ഇന്ന് പ്രസാദം വനത്തിലാണ്. അപ്പോൾ വളരെ എന്താ പറയുക, വ്യത്യസ്തമായ കുറേ ആചാരാനുഷ്ഠാനങ്ങളാണ് മൂകാംബികയിൽ. അത് വളരെ മനോഹരമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ്. നമസ്തേ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കണം നമ്മൾ. അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയത് ഒരു 2-3 ദിവസമെങ്കിലും സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികൾ, അതായത് വീട്ടിൽ പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും, ജോലിയിൽ നിന്ന് ലീവ് കിട്ടില്ല, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഒരു 2-3 ദിവസമെങ്കിലും മിനിമം ഇവിടെ നിന്നാലാണ് അതൊക്കെ മനസ്സിലാവുന്നത്. കുറേ പേരിപ്പം ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അവർ വരുന്നു, കൊടിമരത്തിന്റെ താഴെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുന്നു. അവിടെ ഒരു ഫോട്ടോഷൂട്ട് പ്ലേസ് ആണ്, ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ പോണു. വെറുതെ ഒന്ന് കയറി ഒരു ഓട്ടപ്രദക്ഷിണം, അതൊന്നുമല്ല. മൂകാംബികയിൽ വരണമെങ്കിൽ സ്വസ്ഥമായി വരണം. മറ്റു കാര്യങ്ങളിലൊന്നും മനസ്സ് വെക്കാതെ സ്വസ്ഥമായി ദേവിയെ ഭജിച്ച്. കാരണം എത്രയോ യുഗങ്ങളിൽ നമ്മൾ അമ്മയെ തപസ് ചെയ്താലാണ് അമ്മയുടെ ഈ സ്ഥാനത്ത് വന്ന് നമുക്കൊരു 5 ദിവസമെങ്കിലും ഇരിക്കാൻ സാധിക്കുക. ഈ പറയുന്ന, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് ചുറ്റുമുള്ള സമസ്ത കാര്യങ്ങളും എന്താണ്, എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്, ഇല്ലേ? കുട്ടി, കുടുംബം, വീട്, ജോലി, കമ്മിറ്റ്മെന്റ്സ്, അത് ഇത്, ലോണ്, പ്രശ്നങ്ങൾ, അത് എല്ലാം 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 നമുക്ക് ചുറ്റും നമ്മുടെ മരിക്കുന്നത് വരെയുള്ള സമയത്തുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം എന്താണ്, നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത എല്ലാം നമ്മൾ അവിടെ സമർപ്പണം ചെയ്യുക. അങ്ങനെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും. അതർവൈസ് നമ്മൾ എന്താ പറയുക, കുറേ പർച്ചേസ് ചെയ്യാനും കുറേ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനൊന്നായിട്ടാണെങ്കിൽ മൂകാംബിക എന്നല്ല ഒരു ക്ഷേത്രത്തിലും പോകുന്നതിൽ അർത്ഥമില്ല. സമാധാന രൂപത്തിൽ മനസ്സും ശരീരവും സമർപ്പണം ചെയ്ത് മറ്റ് പ്രശ്നങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്, അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ആവണം. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വരണം, നമ്മുടെ ഭർത്താവിൻ്റെ ഉദ്യോഗം, കാര്യങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ, നമ്മുടെ ജോലി എന്ന് വേണ്ട നമ്മുടെ ശരീരം എല്ലാം നല്ല മനസ്സമാധാനത്തിൽ. ഒരു പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ടാവില്ല, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. കാരണം കലിയുഗമാണ്, നമ്മുടെ ഇതെല്ലാം പുനർജന്മമാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് നമ്മുടെ എന്താ പറയാ, മെസ്സേജ് ഇട്ടാൽ മതി സുഷ മാതാജി. അപ്പൊ ഇതെല്ലാം ഒന്ന് മാറിയിട്ട് നമ്മൾക്കൊന്ന് സ്വസ്ഥമാവണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ക്ഷേത്രത്തിലേക്ക് വരണം. വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെയ്യാം സർ, ചെയ്യാം. ഞാൻ അമ്പലത്തിലായതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇന്ന് കോണ്ടാക്ട് ചെയ്യാം. ലൈവിൻ്റെ കാര്യം നമുക്ക് ചെയ്യാം സർ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സമയത്തിൽ ഇവിടെ എത്തുമ്പം ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ വാട്സപ്പ് മെസ്സേജുകൾക്കൊന്നും ഒരു ഇത് കൊടുക്കാത്തത്. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല, സമയം കണ്ടെത്താത്തത്. കാരണം ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ പ്രാർത്ഥന എൻ്റെ മഞ്ജരീസ് കുടുംബത്തിനും ഉണ്ട്. കാരണം എനിക്കറിയാത്ത ഒരു 95% ആളുകളെയും എനിക്ക് മഞ്ജരീസിൽ കണ്ടുപരിചയമില്ല. ഒരു 5% പേരെ എനിക്കറിയൂ, അല്ലെ? ബാക്കി 95% ആളുകളെയും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഫോണിലൂടെ സംസാരിച്ചത് മാത്രമല്ല. എത്ര നമുക്ക് മെമ്മറിയിൽ ഓർത്തു വെക്കാൻ പറ്റും? പലരും നമ്മൾ ഐഡന്റിറ്റി ചെയ്തിട്ട് മാതാജി അല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോഴാണ് ഓ ഇവർ ഇന്ന പേജിലൂടെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത, നമ്മളെ കാണുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കേൾക്കുന്ന
നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ വഴി അത് നല്ലതാണ് എന്ന ബോധ്യത്തോടു കൂടി ആ വഴിക്ക് ജീവിക്കുന്ന ഒരുപാട് എന്താ പറയാ നല്ല വ്യക്തിത്വങ്ങൾ, അവർക്ക് വേണ്ടിയും കൂടെയുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ഇങ്ങനെയുള്ള വരവുകൾ. കാരണം അവർ പറയും, മാതാജി ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് ഇത്രയും വിഷമമുണ്ട്, എന്താ പറയുക, ഒരുപാട് സങ്കടമുണ്ട്. അത് ഈ കുളത്തിലുള്ള കുളിയും ഉറക്കവും ഒക്കെ കുറവല്ലേ മാതാജി, അതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറണം മാതാജി, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഭഗവതി കാത്തോണേ ആദ്യം തുറന്നു പറയുന്നതിന് എന്താ, ആദ്യം നമുക്ക് നമ്മുടെ കാര്യമേ മനസ്സിൽ വരൂ. അതെല്ലാ ജീവാത്മാക്കളും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് കഴിയുമ്പം ദേവി എൻ്റെ മനസ്സിൽ എന്നോട്, നമ്മുടെ മഞ്ജരീസിൽ ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അറിയാം, എനിക്ക് ഒത്തിരി പേരെടുത്ത് പറയുന്നില്ല, അത് നമ്മളോട് പറയുന്ന സ്വകാര്യതയാണല്ലോ. അപ്പം അതല്ലാതെ അവരുടെ മോൾക്ക് ജോലി വേണം മാതാജി, അല്ല ഭഗവതി, ആ കുടുംബം മുന്നോട്ട് പോകണം, അവരുടെ ഭർത്താവിന് വയ്യാതിരിക്കുന്നു, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കണം. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പറയണമെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പോരാ. ആ ക്ഷേത്രത്തിൽ നമ്മൾ ഇരിക്കണം, അല്ലെ? ആ ക്ഷേത്രത്തിൽ ഇരുന്ന് നമ്മൾ ദേവിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ വരണം. അപ്പോൾ ആ സമയത്ത് ഞാൻ മഞ്ജരീസിന്റെ ഫോൺസിനും മെസ്സേജിനും ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഞാൻ വന്നത് വെറുതെ ആയിപ്പോവും. മനസ്സിലായില്ലേ? ഞാൻ വന്നത് വെറുതെ ആവും. അതുകൊണ്ടാണ് കോൾസിനും മെസ്സേജിനും ഒന്നും ഈ സമയങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ച് ഇട്ടാൽ മതി, ഞാൻ സമയം പോലെ അത് കേട്ടോളാം, കേട്ട് മറുപടി തന്നോളാം. കാരണം ഇങ്ങനെ വന്ന് ഭജന ഇരിക്കുന്ന സമയത്ത് കഴിയുന്നതും മൊബൈൽ ഫോൺസും കാര്യങ്ങളും മാറ്റി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എനിക്കത് ഇഷ്ടമല്ല. തുറന്നു പറയുന്നതിന് എന്താ, നമ്മുടെ അല്ലാത്ത ഒരു ലോകത്തേക്കാണ് അത് കൊണ്ടുപോവുക. ഇതിനെല്ലാം എനിക്ക് തിരിച്ചു ചെന്നാൽ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതെല്ലാം ചെയ്തോളാം. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ജപം കൂട്ടാനും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അതിൽ എൻ്റെ മഞ്ജരീസ് കുടുംബമുണ്ട്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവരുടെ കഷ്ടതകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെങ്കിലും വന്നിട്ട് എന്താ പറയാ, എന്താണ്, അപ്പം എന്താ പറയാ, വന്നിരുന്ന് പ്രാർത്ഥിച്ച് രാജേഷ് പ്രഭു, വിഷയമല്ല ഇത്. മഞ്ജരീസ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. താങ്കൾ എത്ര നാളായി ക്ലാസ് കാണുന്നു? എനിക്ക് വേണമെങ്കിൽ എല്ലാവരെ പോലെ വന്നിരുന്നിട്ട് ഭഗവത്ഗീതയോ മഹാഭാരതമോ വാദോരാതെ പറഞ്ഞിട്ട് അങ്ങ് പോകാം. അതല്ല, ഇത് അതിലുപരി ഒരു മാനസിക അടുപ്പമുണ്ട് മഞ്ജരീസിൽ. താങ്കൾ ഇതുപോലെ മെസ്സേജ് ഇടരുത്, എനിക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. അതാണ് അത് താങ്കളുടെ മെസ്സേജിന് കൂടുതൽ റിപ്ലൈ ചെയ്യാത്തത്. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നത് പോലും താങ്കൾ മനസ്സിലാക്കണം, വിഷയം ഏതാണെന്നുള്ളത് വഴിയെ മനസ്സിലാവും. താങ്കൾക്ക് അത്രയും സമയമില്ലെങ്കിൽ ക്ലാസ് കാണണ്ട. എനിക്ക് വേറെ ഒന്നുമില്ല അങ്ങയോട് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ അത്രയും ഡൗൺ ടു എർത്ത് പറയാണ്. മഞ്ജരീസിൽ താങ്കൾക്ക് അറിയില്ല എന്തുമാത്രം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നറിയോ? സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്. അപ്പം അവരുടെ ഒരു മനസമാധാനത്തിന്, എൻ്റെ മനസമാധാനത്തിന് ഒക്കെ ആയിട്ടാണ് മഞ്ജരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ തിരുനടയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പം കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ പരസ്പരം കാണുമ്പോൾ ഉടനെ ക്ലാസ് എടുത്തിട്ട് അങ്ങ് പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല, അത് തെറ്റാണ്. കാരണം ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമയാണെങ്കിലും എനിക്ക് അതിലുപരി മഞ്ജരീസ് കുടുംബത്തോടൊരു മാനസികമായിട്ടൊരു അടുപ്പമുണ്ട്. അവരെ കേൾക്കാനും അവർക്ക് പറയാനുള്ളത് എന്നോടാണ്. മനസ്സിലായില്ലേ? അവർക്ക് എൻ്റെ അടുത്തേ പറയാനുള്ളൂ, അവർക്ക് മറ്റൊരു മാർഗം ഇല്ല പറയാൻ. അപ്പം അവരോടുള്ള ആ ഒരു ആത്മബന്ധമാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ താങ്കൾ ഇതുപോലെയുള്ള മെസ്സേജ് അയച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ, കുറേ നാളായില്ലേ അങ്ങ് ക്ലാസ് കാണുന്നു, എന്നിട്ട് മഞ്ജരീസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങ് പഠിച്ചിട്ടില്ല അല്ലേ? മോശം, അതെനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസമാധാനമായിട്ടിരിക്കുക. ഭഗവതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരും. അതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കൂടെ മഞ്ജരീസ് കുടുംബത്തിൻ്റെ പേരിൽ നമ്മൾ ഗണപതി ഹോമം ചെയ്തതും. സമസ്ത വിഘ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം പോലും എനിക്കൊരു വിഷമത്തോടെയുള്ള ഒരാളുടെയും ഓഡിയോ വരാത്ത ഒരു മെസ്സേജ്. അതാണ് എനിക്കിഷ്ടം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് താങ്ങാനുള്ള കരുത്ത് കൊടുക്കണം. അവർ പതറിപ്പോവരുത്, അവർ തളർന്നു പോവരുത്. കുറേ അമ്മമാരുണ്ട്. ചില അമ്മമാർ നമ്മളെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ അവരറിയാതെ അവരുടെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ഉള്ളിൽ ആരോടും പറയാൻ പറ്റാത്ത
വിങ്ങി തിങ്ങി നിൽക്കുന്ന അവരുടെ ആ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു അമ്മയാണ്, എനിക്ക് മനസ്സിലാവും അവരുടെ വേദന. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവർ ഒന്നും അല്ലാതായി തീരുകയാണ്. അപ്പം അതൊക്കെ ഞാൻ ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി 10:30 നട അടയ്ക്കുന്നത് വരെ അമ്മയുടെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെ സമക്ഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും വാതോരാതെ ഞാൻ അപേക്ഷിക്കുകയാണ്. അത് മൂകാംബിക അമ്മ കേൾക്കാതിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജരീസ് കുടുംബത്തിലെ ഓരോരുത്തരുടെ ദുഃഖങ്ങളും അമ്മ മാറ്റിത്തരും. നമ്മൾ ചണ്ഡികാഹോമം ചെയ്തു, നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അമ്മയുടെ അടുത്ത്, അല്ലേ? അപ്പോൾ അമ്മ ഭഗവതി നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളിലും, ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കുടുംബത്തിൽ പലർക്കും സ്വന്തം എന്ന് പറയാൻ ഒരു മേൽവിലാസം ഇല്ല അമ്മ. അവർക്കൊരു കുഞ്ഞു കൂരയാണെങ്കിലും കയറി കിടക്കാൻ ഒരു വീട് എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും കൊടുക്കണം. അത് എൻ്റെ വലിയൊരു ആവശ്യമാണ് അമ്മ. ഭൗതികതയാണ് ചോദിക്കുന്നതെങ്കിൽ കൂടിയും ഞങ്ങൾക്കത് ആവശ്യമാണ്. അപ്പം അമ്മ അതെല്ലാം ചെയ്തു തരണം. ഞങ്ങളെ കൈവിടരുത്. ഞങ്ങളുടെ മഞ്ജരീസ് കുടുംബത്തിലെ ഒരാളെയും അമ്മ കൈവിടരുത്. പലർക്കും ഇവിടെ എത്താൻ സാധിച്ചു, പലർക്കും എത്താൻ സാധിക്കുന്നില്ല. എത്താൻ സാധിക്കാത്തവരെല്ലാം അമ്മയുടെ തിരുമുമ്പിൽ കൊണ്ടുവരണം. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ എല്ലാവരും കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും അമ്മ പൊറുക്കണം. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണം. ഞങ്ങൾക്ക് അമ്മയെ ഉള്ളൂ ചോദിക്കാൻ എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും രാവിലെ 5 മണി മുതൽ, ചില സമയം 7:30 മുതൽ, ചില സമയം 8:30 മുതൽ, ചില സമയം 5 മണി മുതൽ, എന്തായാലും രാത്രി 10:30 നടയടച്ച് അവസാനം ഞാൻ അമ്മയെ കണ്ടിട്ടേ ഇറങ്ങാറുള്ളൂ. അത്രയും മണിക്കൂറുകൾ ഞാൻ വാതോരാതെ അമ്മയോട് അപേക്ഷിക്കുന്നുണ്ട്. ആ അപേക്ഷ എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലെ ഓരോരുത്തരിലേക്കും നമ്മുടെ അമ്മ ചൊരിയും. ആരും പ്രയാസങ്ങളിലൊന്നും തളരരുത്, പ്രശ്നങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത വരരുത്. നിങ്ങളുടെ മുമ്പിൽ മഞ്ജരീസ് എന്നും ഒരു തുറന്ന വീട് പോലെ ഉണ്ട്. സന്തോഷത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം, പതറിപ്പോവരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ്. കേരളവും വിട്ട് തമിഴ്നാടും വിട്ട് ഞാൻ കർണാടക സംസ്ഥാനത്തുണ്ട്, അമ്മയുടെ തിരുമുമ്പിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഭഗവതി കേൾക്കും, ഉറപ്പാണ്. പ്രതിസന്ധിയിലൊന്നും ഒറ്റയ്ക്കല്ല നിങ്ങളിത്. നമ്മുടെ അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയക്കുക. എമർജൻസി ആണെങ്കിൽ മാത്രം വിളിക്കുക. ഞാൻ അമ്പലത്തിലായിരിക്കും. ഓക്കെ, സന്തോഷത്തോടെ ഇരിക്കൂ. നമ്മുടെ വൃന്ദാവന യാത്ര ഫെബ്രുവരിയാണ്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയാണ് വൃന്ദാവന യാത്ര. ഇനി ആർക്കെങ്കിലും വരണമെങ്കിൽ നേരത്തെ വിളിച്ചു പറയാം, മെസ്സേജ് ഇട്ട് വെക്കാം. പിന്നെ നമുക്ക് അടുത്ത നവചണ്ഡികാ ഹോമം വരുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ടാവുന്ന കാലം വരെ അമ്മയുടെ തിരുസന്നിധിയിൽ നമ്മൾ കുടുംബമായി ചേർന്ന് നവചണ്ഡികാ ഹോമം ചെയ്യണം. എല്ലാ മക്കൾക്കും സമാധാനം കിട്ടണം. കുട്ടികളൊന്നും വഴിതെറ്റി പോവരുത്. വഴിവിട്ടു പോയ വല്ല മക്കളും ഉണ്ടെങ്കിൽ അവരെ അമ്മ ചേർത്ത് പിടിച്ച് നല്ല വഴി കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥന ഇവിടെയുണ്ട്. ഓക്കെ, നമസ്തേ. ശബരിമലയ്ക്ക് പോകാനൊക്കെ പലരും മാലയിട്ടു. മഹേഷ് പ്രഭു ഒക്കെ അങ്ങ് സമാധാനമായിട്ട് പോയിട്ട് വരൂ. ഭഗവാന്റെ നല്ല ദർശനം ലഭിക്കട്ടെ അങ്ങേക്ക്. സ്വാമി ശരണം. ഓക്കെ, അപ്പൊ ഇന്ന് 2 ഓപ്ഷൻസ്. എവിടെ പോയോ രാജേഷ് പ്രഭു? ഒരു സഹോദരിയോട് വഴക്കിടുന്ന പോലെ വഴക്കിട്ടാൽ മതി കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ല, സ്നേഹം തന്നെയാണ്. അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനോട് വഴക്കിടില്ലേ, രാജുവിനോടും അത്രയും കണ്ടാൽ മതി. എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അവൻ വന്ന് ചോറിഞ്ഞാൽ മതി, നീ നിന്റെ കാര്യം നോക്കിപ്പോടാ, നീ എന്തിനാണ് എന്നെ ദ്രോഹിക്കണേ എന്നൊക്കെ ചോദിക്കില്ലേ. അത്രേ ഉള്ളൂ കേട്ടോ. എന്നും സ്നേഹം മാത്രം. എക്സ്പെഷ്യലി രാജേഷ് പ്രഭുവിനോട് വിഷമില്ല കേട്ടോ. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടാൽ പിന്നെ എനിക്ക് ദേഷ്യം വരൂലേ. അതാ പറഞ്ഞു കേട്ടോ. വിഷമിക്കേണ്ട. സോറി. ഇങ്ങോട്ടും സോറി പറഞ്ഞാൽ അങ്ങോട്ടും സോറി പറഞ്ഞാൽ അപ്പോൾ കോംപ്രമൈസ് ആവണമെന്നാണേ. ഇനിയും കോംപ്രമൈസ് ആയില്ലേ ഞാൻ പോയി അമ്മയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്ന് ഭഗവത്ഗീത എടുക്കണോ മഹാഭാരതം എടുക്കണോ? ആദ്യം വരുന്ന മെസ്സേജ് അതിനായിരിക്കും എടുക്കുന്നത്. ആദ്യം എന്ത് മെസ്സേജാണോ വരുന്നത് അതായിരിക്കും എടുക്കുക. മെജോറിറ്റി ഇല്ല. ആദ്യം വരുന്ന മെസ്സേജ്. പ്രീത മാതാജി, എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല മാതാജി, അമ്മ വിടുന്നത് വരെ. അമ്മ വേഗം വിട്ടോളൂ. ഭഗവത്ഗീത എടുക്കണോ മഹാഭാരതം എടുക്കണോ? ഡേറ്റ് ഞാൻ അറിയിക്കാം മാതാജി, ഗ്രൂപ്പിൽ അറിയിക്കാം. ഞാൻ ഫെബ്രുവരിയിലേക്ക് ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ഗീത ആരാ പറഞ്ഞത്? സുജ എസ് കുമാർ മാതാജി. ഭഗവത്ഗീത. അപ്പം മഹാഭാരതം വേണ്ട അല്ലേ? വസന്ത മാതാജി നമസ്തേ.
സ്വാമി ശരണം, മാളികപ്പുറത്തമ്മേ ശരണം. ഭഗവത്ഗീതയിൽ നമ്മൾ അധ്യായം 6 ധ്യാനയോഗം എന്ന് പറയുന്ന അധ്യായത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ധ്യാനയോഗം. ഓക്കെ, ഗീത എല്ലാവരും ജയന്തി മാതാജി ഗീത പറഞ്ഞപ്പോൾ ഞാനും ഗീത, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ദേവി മഹാത്മ്യത്തിന്റെ ഒരു സ്പെഷ്യൽ ഗ്രന്ഥം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പഠിക്കട്ടെ, ആദ്യം പഠിച്ചിട്ട് ക്ലാസ് എടുത്തരാം കേട്ടോ. ധ്യാനയോഗത്തില് എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണേ. നമ്മുടെ ലൈവിൽ കണ്ടില്ലേ, ആളുകൾ എത്തുന്നില്ല, കാരണം അവരറിയുന്നില്ല നമ്മുടെ ക്ലാസ് എപ്പോഴാണ്, ടൈം എപ്പോഴാണ്. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും മാക്സിമം. ഞാൻ നോക്കട്ടെ ആരാ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യണേ. അപ്പോൾ അമ്മു ഹരി മാതാജി എത്ര നാളായി കണ്ടിട്ട്, എവിടെയായിരുന്നു? അപ്പോൾ ഭഗവത്ഗീതയില് അധ്യായം 6 37 ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. 37 ശ്ലോകം. അർജുന ഉവാച, അർജുനൻ പറയുന്നു, അയതി ശ്രദ്ധയോഭേദോ യോഗചലിതാമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതി കൃഷ്ണ ഗച്ഛതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അർജുനൻ പറയാണ്? അലയോ കൃഷ്ണ, കൃഷ്ണനോട് പറയുന്നു, അലയോ കൃഷ്ണ, വിജയം ലഭിക്കാത്ത അതീന്ദ്രിയജ്ഞാനിയുടെ ഗതി എന്താണ്? അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർ, നമ്മളാരും അതീന്ദ്രിയജ്ഞാനികളല്ല, എങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം ലഭിക്കുന്നില്ല. ശരിയാണല്ലേ? നമ്മൾ ഒരുപാട് എടുത്തരാം മാതാജി, ജയ മാതാജി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പൂജകള്, വഴിപാടുകള്, പ്രാർത്ഥനകള് എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് എന്താണ്, നമ്മൾ നോൺ വെജ് ഉപേക്ഷിച്ചു, പല പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചു, നമ്മളൊരു കറക്റ്റായ ഒരു റൊട്ടീൻ ലൈഫിൽ മുന്നോട്ട് പോയി, എന്നിട്ടും നമ്മൾക്ക് എന്തുകൊണ്ട് വിജയം ലഭിക്കുന്നില്ല? അങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനികളുടെ ഗതി എന്താണ് എന്നാണ് അർജുനൻ ആരോട് ചോദിക്കുന്നത്? കൃഷ്ണനോട് ചോദിക്കുന്നത്. അപ്പോ ആരംഭത്തിൽ വിശ്വാസപൂർവവും ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്താണ് സംഭവിക്കുക? നല്ലൊരു ചോദ്യമാണത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും വിജയം ലഭിക്കാത്ത ഒരു യോഗി അല്ലെങ്കിൽ ഒരു അതീന്ദ്രിയ ജ്ഞാനി, ഇനി ഈ 2 വാക്ക് മാറ്റി വെച്ചിട്ട് ഒരു സാധാരണ വ്യക്തിയുടെ ഗതി എന്താണ്? ഇനി അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലം അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഭക്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കും, ജപിക്കും, വായിക്കും, സത്സംഗം കേൾക്കും, നോൺ വെജ് കഴിക്കില്ല, ചായ കാപ്പിയില്ല, ഉള്ളി വെളുത്തുള്ളിയില്ല, സവാളയില്ല, ഒന്നുമില്ല. എന്നിട്ടും നമ്മളെ തേടി സമാധാനം വരുന്നില്ല. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോ അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, എന്തിനാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? മതി, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. മതി, ഞാൻ ഇനി നോൺ വെജ് ഒക്കെ പഴയതുപോലെ കഴിച്ചു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇനി ഞാൻ അമ്പലത്തിലൊന്നും പോണില്ല. പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ വ്യക്തിയും നോർമലി ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് പിന്നീട് എന്താ സംഭവിക്കുക? അവര് പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. നല്ല ചോദ്യമല്ലേ? അതായത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് അഥവാ ഭക്തിയിലേക്കാണ് ഭഗവത്ഗീത ചൂണ്ടിക്കാണിച്ചു തരുന്നത്, അല്ലെ? ഭഗവത്ഗീത നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ നല്ലൊരു ഭക്തി നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ജീവസത്ത ഈ ഭൗതിക ശരീരമല്ലെന്നും അതിൽ നിന്ന് വ്യത്യാസമാണെന്നും തന്റെ യഥാർത്ഥ സുഖം സച്ചിദാനന്ദ ജീവിതത്തിലേക്കുള്ള ബോധ ആത്മാസാക്ഷാത്കാരത്തിന്റെ അടിസ്ഥാന തത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? നമ്മള് എന്ന് പറയുന്ന വ്യക്തികൾ ഈ ഭൂമിയിൽ ഒരു കാലത്ത് ജനിക്കുന്നു, ഒരു കാലത്ത് നമ്മൾ മരിക്കുന്നു. അപ്പൊ ഈ ജനിക്കുന്ന ദിവസം പോലെ തന്നെ നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് എന്താണ്? പിറന്നാളുകളാണ്. അപ്പോ ജനിച്ചു വീഴുന്ന സമയത്ത് എനിക്കൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മമാരെന്താ ചെയ്യാ? മിഠായി കൊടുക്കും, ലഡു കൊടുക്കും, പായസം കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ടോ നമസ്തേ ജി, എന്നിട്ട് എന്താ ഉണ്ടാവുക? ഈ ലഡുവിന്റെ മധുരം ഒന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല. ആ സമയത്ത് കൊണ്ടോ ഇല്ല, നമ്മൾ കഴിക്കുന്നില്ല. നമുക്ക് 6 മാസമായി അന്നപ്രാശം ലഭിക്കുന്നത് വരെ നമ്മൾ ഭൗതികമായിരിക്കുന്ന ഒരു വസ്തുക്കളുടെയും രുചി അറിയുന്നില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് 28 കെട്ടുണ്ട്, പാലുടി, അങ്ങനെയുള്ള കുറെ സെലിബ്രേഷൻസ് ഉണ്ട്. അന്ന് വീട്ടിൽ എല്ലാവരും വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഇതൊന്നും നമ്മൾ രുചിക്കുന്നില്ല. കറക്റ്റ് അല്ലേ?
അത് കഴിഞ്ഞിട്ടോ നമ്മുടെ അന്നപ്രാശം കഴിഞ്ഞാലും ഇന്ന് എന്റെ കൊച്ചിന്റെ അന്നപ്രാശമാണെന്ന് പറഞ്ഞിട്ട് അതും ഒരു സെലിബ്രേഷൻ. അപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പായസമോ ഒരു വല്ല ചോറിന്റെ തരിയുമാണ് നമ്മൾ കഴിക്കുന്നത്. വിഭവസമൃദ്ധമായ ഒന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല. ഒരു കാലഘട്ടം വരെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ നമ്മളെ പ്രതി മറ്റുള്ളവർ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ദിവസം, 9ാമത്തെ ദിവസം, 7ാം ചരമദിനം, അതുപോലെ 16, 14, 41, 21, 28 എന്നും പറഞ്ഞിട്ട് വർഷാവർഷമുള്ള സെലിബ്രേഷൻ വേറെ മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഈ ഒരു ചെറിയ കാലഘട്ടത്തിന്റെ ഉള്ളില് നമ്മൾ അനുഭവിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. സമസ്ത ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. 98% ദുഃഖങ്ങളും 2% വല്ലപ്പോഴും വീണ് കിട്ടുന്ന സന്തോഷങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ആ സന്തോഷത്തെ പോലും ദുഃഖമാക്കി മാറ്റുന്ന വ്യക്തികളാണ് നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനിടയിൽ നമ്മൾ എവിടെ ജീവിക്കുന്നു? നമുക്ക് എന്ത് ലഭിക്കുന്നു? ഒരു കുഞ്ഞുണ്ടാവുമ്പം ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തി സ്നേഹിച്ച് ഉറക്കം കളഞ്ഞ് പൊന്നുപോലെ നോക്കി ഓരോ ക്ലാസ്സുകളും പഠിപ്പിച്ച് കടം വാങ്ങി ഫീസ് കെട്ടി ജോലിയിലിരുത്തി അവന്റെ ലൈഫിൽ ഒരു പെൺകുട്ടിയെ കൈപിടിച്ചു കൊടുത്ത് അവരെയും നമ്മൾ മകളെ പോലെ സ്വീകരിച്ച് അവസാനം മകളും ഇല്ല മകനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പിന്മാറി പോകുന്ന കുറെ അച്ഛനമ്മമാരുണ്ട് അല്ലെ? അവസാന ഘട്ടത്തിൽ വയ്യാണ്ടായാൽ നോക്കാൻ പോലും അവർക്ക് സമയമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെ ഓടിയിട്ടും നമുക്കൊരു കര പറ്റുന്നില്ല. അവിടെയാണ് ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത്? ഇതൊന്നുമല്ല ജീവിതം, ഇതൊന്നുമല്ല ജീവിതം. ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ശരീരം കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. പിന്നെയോ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട് ഒരു വഴി മധ്യേ വന്നതാണ് ഈ ഭൂമിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് വേറെ എവിടെയോ ആണ് പോണ്ടത്. മായാമാതാജി, നമുക്ക് വേറെ എവിടെയോ ആണ് പോണ്ടത് അല്ലെ? ആ പോകുന്ന വഴിയാണിത്. ഇപ്പോ നമ്മള് ചെന്നൈയിൽ നിന്ന് ഇവിടെ മൂകാംബിക ബൈന്ദൂര് വന്ന് ഇറങ്ങുന്നത് വരെ ഒരുപാട് സ്റ്റേഷനുകൾ കടന്നുപോയി. ഈ സ്റ്റേഷനുകളെല്ലാം തന്നെ എന്താണ്? ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങളും താണ്ടിയാണ് നമ്മൾ മൂകാംബിക എന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? സമാധാനം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് നമ്മൾ പോണ്ടത് ആത്മസാക്ഷാത്കാരത്തിലേക്കാണ്. ഇതിന്റെ ഇടയിൽ പണത്തിനോ പ്രശസ്തിക്കോ പേരിനോ ഒന്നും നമ്മൾ സമയം കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകും. നമുക്ക് അതിലും ഉയർന്ന അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ആ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയാ ലക്ഷ്യമാണ് നമ്മുടെ ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. ഒരുപാട് തെറ്റുകൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. ഈ ദുരിതത്തിൽ നമുക്കൊരു ശക്തിയായി കൂടെ നിൽക്കണം. ഒരിക്കലും നമ്മുടെ കുടുംബങ്ങൾ നിൽക്കില്ല. എഴുതി വെച്ചോളൂ. നമ്മുടെ തകർച്ച കാണാൻ കാതോർത്തിരിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ കുടുംബങ്ങളും ബന്ധുമിത്രാദികളും. കൂടെയുണ്ട് എന്ന് 100% ഉറപ്പ് തന്നാലും പാതി വഴിയിൽ ഒറ്റപ്പെടുത്തി പോകുന്നവരാണ് നമ്മുടെ മക്കള് പോലും. എന്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നാണ് അവരുടെ ചോദ്യം. ഓടിയത് അത്രയും ആർക്ക് വേണ്ടി? ഉറക്കമൊഴിച്ചത് അത്രയും ആർക്ക് വേണ്ടി? വിശപ്പുണ്ടായിട്ടും ഭക്ഷണം മൂടി വെച്ച് കാത്തിരുന്നത് ആർക്ക് വേണ്ടി? ഇടാൻ നല്ല വസ്ത്രമില്ലെങ്കിലും അടിയിലിട്ട പാവാടയല്ലേ അത് ആര് കാണാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്ത് ഒരു സാരി എടുത്ത് ഉടുത്ത് ചുറ്റി നടന്നത് ആർക്ക് വേണ്ടി? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതകളാണ്. എല്ലാം നമ്മൾ ചിന്തിക്കണം. ആർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ആയോ? അവർ ചോദിക്കുകയാണ് ഒരു ദിവസം, എന്ത് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയെന്ന്. അവിടെ തീർന്നു പോണുണ്ട് നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? അവിടെ നിശ്ചലമാവുകയാണ് നമ്മുടെ ജീവിതം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഉണ്ടാക്കരുത്. അതിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഈ യാത്രാ വഴി മധ്യേ പലരെയും നമ്മൾ കാണേണ്ടി വരും. പലതും നമ്മൾ കേൾക്കേണ്ടി വരും. പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെയൊന്നും തളർന്നു പോവരുത്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും പല പ്രചോദനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വരുന്നത് എന്നെ ലക്ഷ്യമാക്കിയാണ്. ആ എന്നിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. നിങ്ങളെ പലരും വഴി തെറ്റിക്കാൻ ശ്രമിക്കും. അതിലൊന്നും വീണു പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ശബരിമലയിലോട്ട് കയറുന്നവർക്കറിയാം, മലകയറ്റം വളരെ ദുഷ്കരമാണ്. തളർച്ചയുണ്ടാവും, വയ്യാതെ വരും, കിതപ്പ് വരും, ദാഹം വരും, അസ്വസ്ഥതകൾ വരും, ഉറക്കം വരും, മണിക്കൂറുകളോളം നിൽക്കണം, യാത്ര ചെയ്യണം. അങ്ങനെ ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാശ്വാസം അല്ലെങ്കിൽ അവിടെ ഒന്ന് സിമ്പിളായിട്ട് എത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഓരോരോ ക്ഷേത്രങ്ങൾ വഴി കടന്നു പോകും ഇല്ലേ? ഓരോ അമ്പലങ്ങളിലും ഇറങ്ങി 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 ശരണം വിളിച്ച് ശരണം വിളിച്ച് ശരണം വിളിച്ച് ശരണം വിളിച്ച് അവസാനം മലകയറ്റം തുടങ്ങും. അതേപോലെ നമ്മുടെ ജീവിതവും ഒരു ശരണം വിളിയാക്കി മാറ്റണം. എത്ര ക്ഷേത്രങ്ങളിൽ കുമ്പിടാൻ പറ്റുമോ അത്ര ക്ഷേത്രങ്ങളിൽ കുമ്പിടുക. എത്ര ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രസാദം സ്വീകരിക്കാൻ സാധിക്കുമോ അത്രയും പ്രസാദം സ്വീകരിക്കുക. എത്ര ക്ഷേത്രങ്ങളുടെ അമ്പലക്കുളത്തിൽ നമുക്കൊന്ന് മുങ്ങി നിവരാൻ പറ്റുമോ അത്രയും ക്ഷേത്രങ്ങളുടെ അമ്പലക്കുളത്തിൽ മുങ്ങി നിവരുക. എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുക. അങ്ങനെ 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 വഴിയിലുള്ള ഓരോ തടസ്സങ്ങളും മാറ്റി 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 അവസാന മലകയറ്റത്തിൽ കയറി നമ്മൾ അവിടെ എത്തുമ്പോൾ ആരെ കാണും? സ്വാമിയെ കാണും. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. ഇതാണ് നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പോ അല്ലാണ്ട് നമ്മള് മറ്റൊന്നും ജീവിതത്തിൽ ചിന്തിക്കേണ്ട. പ്രശ്നങ്ങളെല്ലാം വന്നോട്ടെ, ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗീതയിലൂടെ ആർജിക്കേണ്ടത്. ശരീര മനസ്സുകൾക്ക് ആത്മീയതയാണ് ഈ സച്ചിദാനന്ദം എന്ന് ഗീതയിൽ പറയുന്നു. ശരീര മനസ്സുകൾക്ക്, അതായത് ഈ ശരീരത്തിനെയാണ് രോഗങ്ങൾ ബാധിക്കുന്നത് അല്ലെ? അപ്പം ഈ ശരീരത്തിനും മനസ്സിനും അതീതമായാണ് ഈ സച്ചിദാനന്ദം നിലനിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരീരത്തിന്റെയും മനസ്സിന്റെയും മുകളിലാണ് നമുക്ക് അപ്പോ ഈ ശരീരത്തിന്റെയും മനസ്സിനും അതീതമായാണ്, അതിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു സച്ചിദാനന്ദം നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനം, ഈശ്വരൻ എന്ന് പറയുന്ന തത്വം നിലനിൽക്കുന്നത്. ജ്ഞാനമാർഗത്തിലൂടെയോ അഷ്ടാംഗ യോഗചര്യയിലൂടെയോ ഭക്തിയോഗം വഴിക്കോ ജനങ്ങൾ ആത്മസാക്ഷാത്കാരം നേടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ജ്ഞാനമാർഗം, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരൻ എന്താണ് എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ജ്ഞാനമാർഗത്തിലൂടെ ഭഗവാൻ എന്താണ് എന്ന ജ്ഞാനമാർഗം. ആരാ കാപ്പി വാങ്ങിച്ചത്? ഇങ്ങോട്ട് വരൂ, തുറന്നു വരൂ, എന്നാലല്ലേ എനിക്ക് കേൾക്കൂ. ഡോർ അടിച്ചിട്ട് എവിടുന്ന് കേൾക്കാനാണ്? അപ്പൊ കാപ്പി കുടിക്കില്ല എന്ന് പറഞ്ഞാ പോരെ? ആ ഡോർ കേസുണ്ട്. ആരുമില്ലാന്ന് എന്തിനാ പറയണ? അവരെന്തിനാ അങ്ങനെ പറഞ്ഞ? നമ്മള് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞാ പോരെ ഞങ്ങൾ കാപ്പി കഴിക്കില്ല, കഴിക്കാത്തവരാണ്. കളയണ്ട, കളയാൻ പാടില്ല. ഒരാള് വാങ്ങിച്ചെന്ന സമയം ആരും ഇല്ലാത്ത ഒരാളാണെന്ന് കരുതി വാങ്ങിച്ചു കൊടുത്താണ്. ഹരേ കൃഷ്ണ. പറയണ്ടേ, മക്കൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. മലയാളീസ് അല്ല. ആ ഇന്ദുമ്മ വല്ലപ്പോഴും ചായയും കാപ്പിയും കുടിക്കണല്ലേ? കളയണ്ട, എടുത്ത് കുടിച്ചോ. ഹിന്ദിക്കാര വേണ്ട വേണ്ട, അത് കളയണ്ട, കളയരുത്. ഇല്ലില്ല, അവരൊരാള് സ്നേഹത്തോടെ വാങ്ങിച്ചെന്നാണ്. അത് കളയണ്ട. ഹിന്ദിക്കാരാ? ആ എടുത്തു കൊടുക്ക ദിവ്യ. അവിടെ ഇരുന്നാ മതി, പുറത്തിരിക്കണ്ട. പുറത്തിരിക്കുന്നോണ്ട് ആൾക്കാർ ആരും ഇല്ലാന്ന് വിചാരിക്കണം. അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു 2 പിള്ളേരെ ക്ലാസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് അതിന് അവർക്ക് ബിന്ദുമ്മയുടെ മലയാളം മനസ്സിലാവേണ്ടാണ്. അവര് ഹിന്ദിക്കാരല്ലേ, പോട്ടെ, സാരല്ലേ. അവര് വാങ്ങിച്ചോളാം. ഞാൻ അതുകൊണ്ട് ഒന്നും വരാത്ത. അതല്ല, കുടിച്ചോ അത് കുടിച്ചോ. അവര് വാങ്ങിച്ചൊന്നുമില്ലേ? നാരായണ. അവരോട് പറഞ്ഞാൽ മതി ഞങ്ങള് കാഫിയാ. ബിന്ദുമ്മ വല്ലപ്പോഴും കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല. അതൊന്ന് ക്ലോസ് ചെയ്ത് ആ ചെയർ അങ്ങോട്ട് വെച്ച്. നാരായണ. ബിന്ദുമ്മേനെ പുറത്ത്, ബിന്ദുമ്മയ്ക്ക് AC പറ്റൂലെന്നും പറഞ്ഞുകൊണ്ട് പുറത്ത് ഇരുത്തി ബിന്ദുമ്മ അവിടെ ഇരുന്ന് ജപിക്കായിരുന്നു. തൊട്ടപ്പുറത്ത് ചായക്കടയിൽ വന്ന ആൾക്കാർ ബിന്ദുമ്മയ്ക്ക് ആരോരും ഇല്ലാത്തവരല്ലെന്ന് പറഞ്ഞ് ചായ മേടിച്ചു. ബിന്ദുമ്മ ഒരു മക്കൾ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കൊട്ടും മനസ്സിലായതില്ല. ശരി, പോട്ടെ. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ ഒരു ചായയുടെ കടം ബാലൻസ് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടല്ല പരിചയമില്ലാത്ത ഒരാൾ മേടിച്ചു. കുടിച്ചോ, കളയണ്ട. അവരുടെ പൈസ അല്ല, അവരത്രയും മനസ്സറിഞ്ഞ് വാങ്ങിച്ചെന്നു. അപ്പോൾ മനസ്സുകൊണ്ട് നന്ദി പറയാം. അവർക്ക് ഒരു ഗ്ലാസ് കാപ്പി നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുക്കട്ടെ. സമ്പൽ സമൃദ്ധി ദേവി കൊടുക്കട്ടെ അവർക്ക്. അപ്പോ നമ്മുടെ എന്താ പറയാ, ബിന്ദമ്മ മാതാജി കുടിച്ചോളൂന്ന്. അപ്പൊ നമ്മുടെ ജ്ഞാനമാർഗം, നമ്മള്
ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ വഴി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ജീവിതചര്യകൾ എന്താണ് എന്ന് ഒരു വഴി. രണ്ടാമത്തെ വഴി അഷ്ടാംഗ യോഗചര്യയിലൂടെ, അതായത് വെറുതെ ഒരു യോഗ സെന്ററിൽ പോയിരുന്ന് ചമ്രം പടിഞ്ഞിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതിൽ ചാറ്റ് ചെയ്യാനും യോഗ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സും ശരീരവും ഏകാഗ്രതയോടുകൂടി എല്ലാം മാറ്റിവെച്ച്, ആദ്യം മാറ്റിവെക്കേണ്ടത് മൊബൈൽ ഫോൺ മാറ്റിവെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഒരു ഒറ്റ പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഭഗവാനുമായി അല്ലെങ്കിൽ ദേവിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മൾ നല്ല ഒരു ആത്മീയ ജീവിതം കൈവരിക്കുക. അങ്ങനെ പോകുന്ന രണ്ട് വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ലഭിക്കുക, സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. അതർവൈസ് നമുക്ക് സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. ദിവ്യം വാങ്ങിച്ചോളൂ കേട്ടോ, ഒന്ന് തണുപ്പില്ലാത്ത വാങ്ങിച്ചോളൂ, ക്ഷമിക്കണേ. അപ്പം അങ്ങനെ രണ്ട് വഴിയിലൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദേവിയുമായിട്ടും ഭഗവാനുമായിട്ടും ഒരു നല്ല ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭക്തിയോഗ വഴിയാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിക്കുമ്പോൾ പ്രശ്നങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഒരു സമാധാനം നമുക്കുണ്ടാവും. എടുത്തോ വാള് വെട്ടിക്കോ രണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ നല്ല ക്ഷമയോടെ നമ്മൾ മുറുകെ പിടിക്കും. ക്ഷമിച്ചുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യും. ക്ഷമയില്ലാതെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ജീവിതം വേസ്റ്റ് ആയിപ്പോകും. നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവും, അവരും ഫ്രസ്ട്രേറ്റഡ് ആവും, ബഹളമാവും. ഇപ്പോ നമുക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടും നമ്മളെ ചതിച്ചവരെയും വഞ്ചിക്കുന്നവർക്കും തിരിച്ചൊരു പണി കൊടുക്കാൻ. ഞാൻ പറയുന്നു അതൊരിക്കലും ചെയ്യരുത്. അപ്പൊ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. നമ്മുടെ മുമ്പിൽ നമ്മുടെ ശത്രുക്കളെ കിട്ടുന്ന സമയമുണ്ട്. ആ സമയം പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അവരോട് പ്രതികരിക്കരുത്. കാരണം എന്താ അറിയോ, പ്രതികാരം മനുഷ്യന്റേതല്ല, അത് വിധാതാവിൻ്റെതാണ്. നമ്മളെ അയച്ച ശക്തിയുടേതാണ് പ്രതികാരം. ഒരിക്കലും നമ്മുടെ ശത്രുക്കൾക്ക് ഒരു നാശം വരണം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ശത്രുക്കൾ ആരാണ് യഥാർത്ഥത്തിൽ? നമ്മുടെ ചിന്തകളാണ്. ഇപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിക്കാണ് ഇന്ന വ്യക്തി എന്റെ ശത്രുവാണ് എന്ന് ചിന്തിച്ചാൽ കാലക്രമേണ അയാൾ എന്റെ ശത്രുവാണ്. അയാൾ എന്നോട് മാത്രം ചിരിക്കുന്നില്ല, വേണ്ട, നമുക്ക് ചിരിക്കാലോ. ഇങ്ങോട്ട് ചിരിച്ചില്ലേ, ചിരിക്കണ്ട. നമ്മൾ ആ രീതിയിൽ, നമുക്ക് ഈ ഭൂമിയിൽ ഒരു ശത്രുക്കളും ഇല്ല. നമുക്ക് ഈ ഭൂമിയിൽ എല്ലാം നല്ല ബന്ധങ്ങളേ ഉള്ളൂ, സമാധാനം നൽകുന്നവരേ നമുക്കുള്ളൂ. അങ്ങനെ ഒരു സാത്വിക മനോഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോവാം. നമ്മളെ ചിലപ്പോൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, കരയിപ്പിച്ചിട്ടുണ്ടാവും, അപമാനിപ്പിച്ചിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെല്ലാം പൂർവ്വജന്മ കർമ്മയോഗം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്ഷമയോടെ മുന്നോട്ട് പോവാം. അങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് ഈശ്വരൻ സമീപസ്ഥനാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈശ്വരൻ സമീപസ്ഥനാണ്. അവൻ ഒറ്റപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും ഈശ്വരൻ കൂടെ നിൽക്കും. അവരുടെ കർമ്മഫലങ്ങളെല്ലാം ഈശ്വരൻ തീർത്തു തരും. ഈ കർമ്മഫലങ്ങൾ തീർത്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കൂ, ആത്മസാക്ഷാത്കാരം ലഭിക്കൂ. ഏതു വഴിക്കായാലും ജീവാത്മാവിന്റെ മൂലസ്വരൂപത്തെയും ഭഗവാനുമായുള്ള ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് വഴിക്ക് ചിന്തിക്കുകയാണെങ്കിലും ശരി, അത് എങ്ങനത്തെ ജീവിതചര്യയിലൂടെ ആണെങ്കിലും ശരി, അതാ ജീവിതചര്യ മീൻസ് നമ്മൾ ജ്ഞാനമാർഗത്തിലൂടെ ആണെങ്കിലും യോഗാചര്യയിലൂടെ ആയാലും ശരി, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സച്ചിദാനന്ദത്തെ മനസ്സിലാക്കണം. ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധമാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം. യെസ്, കൺട്രോളിങ് അവർ മൈൻഡ് ആൻഡ് സെൻസസ്, കറക്റ്റ് ആണ് ആ വേർഡ്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്ക് ഭഗവാനുമായിട്ട് കാലങ്ങളായിട്ട്, കോടാനുകോടി ജന്മങ്ങളായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ആ ബന്ധം പുനഃസ്ഥാപിച്ചിട്ട് നമുക്ക് വിട്ടുപോയി, എപ്പോഴോ ഒന്ന് ആ ബന്ധം വിട്ടുപോയി. അപ്പൊ ആ ബന്ധം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട്, ബന്ധപ്പെടുത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പരമകാഷ്ഠയിലേക്ക് എങ്ങനെ നമ്മൾ എത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയോ നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മുടെ പല കൂട്ടുകാർ പലരും നമുക്ക് പല വഴിക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സ്കൂളിൽ പഠിച്ച് ക്ലാസ് കഴിഞ്ഞ് നമ്മളെല്ലാവരും പിരിഞ്ഞ് പല വഴിക്ക് പോയി, പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ വരുന്നത് പോലെ നമ്മൾ ഈശ്വരനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പൊ നമുക്ക് വളരെ അടുത്തൊരു സൗഹൃദം ഉണ്ടെങ്കിൽ ആ സൗഹൃദം, അവരുടെ മൊബൈൽ നമ്പർ പോയി, എല്ലാം പോയി, അവരെവിടെയാന്ന് പോലും ഇപ്പൊ നമുക്ക് അറിയില്ല എന്ന് വെച്ചോ, ഒരു യാത്രയിൽ എപ്പോഴോ
അവരുടെ ആരെയെങ്കിലും നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് എൻ്റെ അമ്മയായിരുന്നു, അയ്യോ ആണോ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് മക്കളെ, അമ്മ ഇപ്പൊ എവിടെയാ, അമ്മ വീട്ടിലുണ്ട്, വിളിച്ചാൽ കിട്ടും, കിട്ടും, രാത്രി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10-74 വയസ്സിൽ നമ്മുടെ കുഞ്ഞുനാളിലുള്ള ഒരു സുഹൃത്തിനെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ പറയും, അവരെ കാണാൻ ആഗ്രഹിക്കും, പരസ്പരം കാണും, സംസാരിക്കും, നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കും. അപ്പൊ എത്രമാത്രം ആ ബന്ധത്തിൽ പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തോർത്ത് ചിരിക്കും, നമ്മൾ ചേർത്ത് പിടിക്കും, നമ്മളെ എല്ലാവരും മുന്നിലും ഇത് എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് നമ്മളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോയി ആ ഭഗവാനെ നമ്മൾ ഭക്തിയിലൂടെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം. അതിലുപരിയാണ് ഭഗവാൻ അനുഭവിക്കുന്ന ആനന്ദം. ഈ ആനന്ദത്തെയാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് ആത്മത്തെ തിരിച്ചറിയുന്ന അവസ്ഥ. ഞാൻ എന്ന മനോഭാവത്തിൽ നിന്ന് മാറിയിട്ട്, ശരീരം എന്ന ബോധത്തിൽ നിന്ന് മാറിയിട്ട് ആത്മമാകുന്ന ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാക്ഷാത്കാരം, പൂർണ്ണത, പരിപൂർണത, അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭക്തിയോഗമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് പ്രാക്ടീസ് ചെയ്യാനാണ് 2 വഴികൾ. എന്തെന്ന് പറയുന്നു? ജ്ഞാനമാർഗം. ജ്ഞാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഈ ഇതുപോലുള്ള സത്സംഗങ്ങളിലൂടെ ലഭിക്കും, ജപത്തിലൂടെ ലഭിക്കും, വായനയിലൂടെ ജപിക്കും അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള സത്സംഗങ്ങളും വായനയും ജപവും മുഖേന നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം ഒന്നത്. 2 യോഗ, അഷ്ടാംഗ യോഗചര്യയിലൂടെ. അഷ്ടാംഗ യോഗചര്യ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെല്ലാം മറന്ന് സ്വസ്ഥമായ ഏകാഗ്രതയോട് കൂടിയിരുന്ന ഈശ്വരനെ മാത്രം ധ്യാനിക്കുന്ന അവസ്ഥയെ നമ്മൾ അഷ്ടാംഗ യോഗാചര്യ എന്ന് പറയും. അങ്ങനെയുള്ള യോഗയിലൂടെയും നമുക്ക് എന്ത് ലഭിക്കും? ഇതുപോലെയുള്ള ആത്മസാക്ഷാത്കാരം. ഭഗവാനിൽ നിന്ന് വേർപെട്ടു പോയ നമ്മൾ തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഇതിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? മുൻപ് പറഞ്ഞ 3 പദ്ധതികളിൽ ഏത് സ്വീകരിച്ചാലും വേഗത്തിലോ പതുക്കെയോ ആ പരമപദം പോകാം. നമ്മള് എങ്ങനെ പോയാലും ശരി, നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഭഗവാനുമായിട്ട് കണക്ട് ആവാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഏകാഗ്രത പോലെ, നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം പോലെ നമുക്ക് ഈശ്വരനുമായിട്ട് ഒരു കണക്ഷൻ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. 2-ാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ നമ്മളോട് ഇത് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ 2-ാം അധ്യായം? ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റം മോക്ഷത്തിലേക്കുള്ള ഒരു വൻ പ്രതീക്ഷയാണ്. നമ്മൾ ഈ വഴിക്കാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള ചെറിയൊരു മനോഭാവം നമുക്ക് ഉണ്ടായാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? വലിയൊരു കാരുണ്യമാണ് ലഭിക്കുന്നത്, മോക്ഷപ്രാപ്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ മോക്ഷപ്രാപ്തി എന്ന് പറയുന്ന വമ്പൻ വലിയൊരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ വഴികൾ, ഭക്തിയോഗമാകുന്ന ചെറിയ വഴികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശരിയായ രീതി എന്ന നിലയിൽ പദ്ധതികളിൽ വെച്ച് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായത് ഭക്തിയോഗമാണ്. മനസ്സിലായില്ലേ? ഈ ഒരു പദ്ധതിയിൽ ഏറ്റവും, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഭക്തിയോഗം. ഭക്തിയോഗം മനസ്സിലായാലും എന്താണെന്ന്? ഒന്ന് അഷ്ടാംഗ യോഗചര്യയിലൂടെയോ ഇല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെയോ ഈശ്വരന്റെ വഴികളിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ, അതിനെ നമ്മൾ ഭക്തിയോഗം എന്ന് പറയും. ക്ലിയർ? കൃഷ്ണന്റെ മുൻ വാക്കുകളെ ഒന്നുകൂടി ഉറപ്പുവരുത്താനായി ഇവിടെ അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഒരാൾ ആത്മാർത്ഥതയോടെ സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിക്കാം അല്ലെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് വേണം? ഒരു ആത്മാർത്ഥത വേണം. അത് ഭക്തിയിൽ പ്രത്യേകം വേണം. ഒരാളെ കാണിക്കാനുള്ളതാവരുത് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. ഓഫ് ചെയ്തോണല്ലോ, ബാഗിൽ പൈസ എന്റെ അടുത്തോട്ട്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു ആത്മാർത്ഥത വേണം ചെയ്യുന്ന പ്രവൃത്തി. ഒരാളെ കാണിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയിരുന്ന് ഇങ്ങനെ വാതോരാതെ ജപിച്ചു കഴിഞ്ഞാൽ അതൊരു ഷുവറിറ്റി, അത് ഈശ്വരൻ കാണും നമ്മുടെ ഹൃദയം. നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാർത്ഥമായ ഭക്തിയാണോ, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ആവാനുള്ള ഒരു വഴിയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വലിയ ഭക്തനാണെന്നുള്ള നടിപ്പാണോ എന്നുള്ളത് ഈശ്വരൻ കാണുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പക്ഷേ ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗ യോഗ പരിശീലനവും ഇന്ന് കൂടുതൽ ദുഷ്കരമാണ് അല്ലെ. നമുക്ക് മഞ്ജരി ചൊല്ലിയിട്ട് കാര്യമില്ല, പെട്രോളിന് വില കുറയ്ക്കാൻ പറ, എല്ലാ പ്രശ്നങ്ങളും തീരും. ഞങ്ങൾ ആരും പെട്രോൾ കുടിച്ചല്ല സാറേ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് 2 കാലുണ്ടല്ലോ, പറ്റാവുന്നിടത്തേക്ക് നടന്നോളൂ. എല്ലായിടത്തും പെട്രോൾ വണ്ടി അടിച്ച് പോകണമെന്നില്ലല്ലോ. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട്, മാർഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ
ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗ യോഗ പരിശീലനവും ഇന്ന് കൂടുതൽ ദുഷ്കരമായാൽ നിരന്തരം പരിശ്രമിച്ചാൽ കൂടി വിവിധ കാരണങ്ങളാൽ പരാജിതനായെന്ന് വരാം. നമ്മൾ ഒരുപാട് വഴിക്ക് നമ്മൾ ചിലപ്പോൾ ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെട്ടു പോകും അല്ലെ. ഒരുപാട് പ്രാർത്ഥിച്ചാലും നമ്മൾ എന്താണ്, ഒത്തിരി പ്രാർത്ഥിച്ചാലും ഒത്തിരി ജപിച്ചാലും ചില സമയത്ത് നമ്മൾ പരാജയപ്പെടും. അവിടെയും നമ്മൾ ഈശ്വരനെ കൈവിടാൻ പാടില്ല. കാരണം എന്താണ് ഈശ്വരൻ നമുക്ക് തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഭക്തി യോഗമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ആ വഴി തന്നിട്ടുണ്ട്. ആ വഴി നമുക്ക് ഈശ്വരൻ കാണിച്ചു തന്നിട്ടുണ്ട്. പല യോഗീശ്വരന്മാർ വഴിയും പല ഗ്രന്ഥങ്ങൾ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ഓടുന്നത് ഭൗതികതയുടെ പിന്നാലെയാണ്. ആലോചിച്ച് നോക്കൂ. ഇപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ പെട്രോൾ ഇല്ലാത്തൊരു കാലത്തും ഇവിടെ മനുഷ്യ സമുദായം ഉണ്ടായിരുന്നു ഇല്ലേ? പെട്രോൾ ഇല്ലാത്ത കാലത്ത് ജീവൻ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നു, പ്രസവിച്ചിരുന്നു, മരിച്ചിരുന്നു. പല 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 ജീവിതചര്യകളെല്ലാം നടന്നു. നമ്മൾ എന്തിനാണ് ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ അടുത്തത് നോക്കണം. അല്ലാണ്ട് നമ്മൾ ഇതേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അതേന്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ജീവിക്കാനുള്ള സമയമേ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒന്നല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, അത് ഭക്തിയിൽ പോലും ഭഗവാൻ പറഞ്ഞിട്ട്, ഒന്നുകിൽ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ഭക്തി യോഗം പ്രാക്ടീസ് ചെയ്യുക, ഇല്ലെങ്കിൽ ജ്ഞാനം വഴി പ്രാക്ടീസ് ചെയ്യുക, ഇല്ലെങ്കിൽ അഷ്ടാംഗ യോഗം വഴി ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കൂ. ഏത് മാർഗം സ്വീകരിച്ചാലും നമുക്ക് മോക്ഷമാണ് എൻഡ്. അതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കാലാകാലം നമ്മളിവിടെ ജീവിക്കാൻ പോണില്ല. ഉണ്ടോ? കാലാകാലം ജീവിക്കാൻ പോണില്ലേ? എന്ത് വസ്തുവിന്റെ അമിത ഉപയോഗമാണ് നാശം വരുത്തുന്നത്? ആലോചിച്ച് നോക്കൂ. ഏത് വസ്തു നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് നാശമായിരിക്കും അതിന്റെ ഫലം. അപ്പൊ നമ്മളെ കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന എന്ത് വസ്തുവിൽ നിന്നും നമ്മൾ പിന്മാറണം. ഭൗതികമായിരിക്കുന്ന എന്തിൽ നിന്നും നമ്മൾ പിന്മാറണം. എന്തിനോടും ഒരു അമിതമായിരിക്കുന്ന അഡിക്ഷൻ നമുക്ക് പാടില്ല. എന്താണെങ്കിലും ശരി, അമിതമായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു 99% നമുക്കൊരു ബന്ധം വേണ്ടത് ഈശ്വരനോടെയാണ്. ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ പെട്രോളിന് വില കുറയ്ക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. നാളെ എഴുന്നേറ്റ് നടക്കാൻ നമുക്ക് പറ്റുമെന്ന് അറിയൂ? അല്ല, എണീറ്റ് നടന്നാലല്ലേ ഈ പെട്രോളിന്റെ വാല്യൂവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അത്രയുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ എന്ന് പറഞ്ഞ എത്ര പേര് ഇന്നത്തെ ദിവസം മരിച്ചു വീണിട്ടുണ്ട്? എത്ര പേര് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്? എത്ര പേര് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്? അപ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മസാക്ഷാത്കാര ബോധത്തോടു കൂടി നമ്മൾ ഭഗവാനിലേക്കൊരു സമർപ്പണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായി? ആ ഒരു സമർപ്പണം വഴി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യുക. നമ്മളെ തന്നെ ക്ലിയർ ആക്കി എടുക്കാം. ചുറ്റുപാടുകൾ പലതും ഉണ്ടാവും. ഈ പല ചുറ്റുപാടുകളിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക. തുള്ളുന്നവർ തുള്ളിക്കോട്ടെ, ആടുന്നവർ ആടിക്കോട്ടെ, നേടുന്നവർ നേടിക്കോട്ടെ, വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ, ഇതിനോടൊന്നും നമുക്ക് വലിയ ആസക്തിയില്ല. നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ അത് മതി. നമ്മുടെ ലക്ഷ്യം ഈശ്വരനാണ്. ഈശ്വരനെ നമ്മൾ ലക്ഷ്യം വെച്ചാൽ നമ്മുടെ അടുത്ത തലമുറ നന്നാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമ്മൾ അച്ഛനമ്മമാര് പോയി എത്ര 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 സ്ഥലങ്ങളിൽ നമ്മൾ കുമ്പിടുന്നോ അത്രത്തോളം നമ്മുടെ മക്കൾ നല്ല വഴിക്ക് പോകും. അപേക്ഷിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനോട്, ഭഗവാനോടൊരു ഭക്തി എന്റെ മകൾക്കുള്ളിൽ വർദ്ധിപ്പിക്കണേ, എന്റെ മകനുള്ളിൽ വർദ്ധിപ്പിക്കണേ, സദ്ബുദ്ധി നൽകൂ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കുക. അവർ സദ്ബുദ്ധിയോടുകൂടി വളരും. മനസ്സിലാവുന്നുണ്ടോ? അവർക്കൊരു വലിയ വേൾഡ് വൈഡ് ലോകം നമ്മൾ കാണിച്ചു കൊടുക്കരുത്. ഒരിക്കലും കാണിച്ചു കൊടുക്കരുത്. ആ ലോകത്തിലേക്ക് അവർ അറ്റാച്ച്ഡ് ആയിപ്പോകും. ആ അറ്റാച്ച്മെന്റ് വേണ്ട. അറ്റാച്ച്മെന്റ് കുറയ്ക്കുക. അറ്റാച്ച്മെന്റ് കുറച്ചിട്ട് ഈശ്വരനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ വർദ്ധിപ്പിക്കാൻ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുക. അതാണ് വേണ്ടത്. പിന്നെന്താ പറയുന്നത് ഇവിടെ? അർജുനൻ ഒരു കാര്യം കൂടെ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഒരാൾ ആത്മാർത്ഥതയോടുകൂടി സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിക്കാം, അല്ലെ? ഒരാൾ ആത്മാർത്ഥതയോടുകൂടി സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിക്കാം. പക്ഷേ ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗയോഗ പരിശീലനവും ഇന്ന് കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ നിരന്തരം പരിശ്രമിച്ചാൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ തോറ്റുപോയെന്നും വരാം. ഒന്നാമത്, അയാൾ ഈ പദ്ധതികൾക്ക് ആവശ്യമായ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ പദ്ധതികൾക്ക് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത? ഇപ്പൊ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഒന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ മൈൻഡ് പല വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് വേറെ വഴിക്ക് അവരുടെ മൈൻഡ് സഞ്ചരിച്ചു പോകുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു പൂർണ്ണമായ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കൂല. അതെന്തായാലും ശരി, വിജയിക്കില്ല. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധയോടെ എഴുതാൻ പറയും.
ഒരാളൊരു ടൈലർ തുണി തയ്ക്കുമ്പോൾ അവർ ശ്രദ്ധയോടുകൂടിയാണ് അത് തയ്ച്ചു പോകുന്നത് അല്ലെ. ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പും മുളകും പുളിയെല്ലാം കറക്റ്റ് അളവിനാണോ എന്നുള്ള ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. ഒരു കണക്ക് കൂട്ടുമ്പോൾ അത് ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടും. എന്നാൽ ഭക്തി മാത്രം എന്തുകൊണ്ടൊരു ശ്രദ്ധ നമുക്ക് കിട്ടുന്നില്ല? ഭക്തി ഇങ്ങനെ കുറേ നിന്ന് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ശ്രദ്ധ മുഴുവൻ മറ്റു സ്ഥലങ്ങളിലേക്കാണ്. അത് വേണ്ട. നമ്മൾ ചെയ്യുന്ന ആ ഭക്തി യോഗം അത് ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ എന്തായി? വിജയം സുനിശ്ചിതമാണ്. അപ്പൊ പറയുന്നു, ആധ്യാത്മിക മാർഗത്തിൽ ഇറങ്ങുന്നത് ശക്തിയോട് യുദ്ധം പ്രഖ്യാപിക്കലാണെന്ന് തന്നെ പറയാം അല്ലെ. മായാശക്തി ഉണ്ട് നമുക്ക് ചുറ്റും, വലിയൊരു മായയുണ്ട്. ഭഗവാന്റെ അന്തർശക്തിയായ ശ്രീമതി രാധാറാണിയെ പോലെ ഭഗവാന്റെ ബാഹ്യശക്തിയായ മായയും ശക്തി തന്നെയാണ്. മായാശക്തി, അന്തർശക്തി രണ്ടും ശക്തിയാണ്. അപ്പൊ ആ ശക്തിയോടുള്ളൊരു യുദ്ധം വെട്ടലാണ് ഭക്തി എന്ന് പറയുന്നത്. അതായത് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ ഒരു വൃത്തികെട്ട മനോഭാവം, ആ മനോഭാവത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരിക. ആ മനോഭാവത്തിൽ നിന്ന് പുറത്തു വരിക. ആസക്തി, ആഗ്രഹം, ആവേശം, അമിതമായിരിക്കുന്ന ഓരോരോ ചിന്തകൾ, വാസനകൾ, ദുർവിചാരങ്ങൾ നേടിയെടുക്കുക എന്നുള്ള മനോഭാവം, ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നാൽ ശാന്തമായി സമാധാനായി ഒന്നില്ലാത്തൊരു കുടം പൊക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഉള്ള കുടം പൊക്കാൻ കുറച്ച് പാടാ ഇല്ലേ? വെയിറ്റ് കൂടുന്തോറും ഉയർത്താൻ ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ലെങ്കിൽ എന്തായി? എടുത്തോണ്ട് ഓടാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും വേണ്ടെന്നേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയുള്ളൂ. ഒന്നുമില്ലാത്തവൻ എന്ത് നഷ്ടപ്പെട്ടാൽ എന്ത്, എന്ന് നഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത്, അതേ മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് പോകാം. നമുക്കൊന്നും വേണ്ട. എന്ത് കൊണ്ടുപോകാൻ ഈ ലോകത്തുനിന്ന്? നമ്മുടെ മക്കളല്ലേ, നല്ല വിദ്യാഭ്യാസം കൊടുക്കൂ, നല്ല വിദ്യാഭ്യാസം കൊടുക്കൂ. അവര് വിദ്യാഭ്യാസത്തിലൂടെ വളരട്ടെ, ആ ജോലിയുടെ പ്രാധാന്യത മനസ്സിലാക്കട്ടെ, ആ പ്രാധാന്യതയിലൂടെ അവർ മുന്നോട്ട് പോട്ടെ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ കുറച്ച് കുട്ടികൾ ടൂറ് പോകുന്നുണ്ടായിരുന്നു, ഒരു സ്കൂൾ കുട്ടികള്. എവിടെയുള്ളതാ? കൊപ്പോ. ഗോവയിലേക്ക് ടൂർ പോകണം പ്ലസ് 2 കുട്ടികൾ. ഭയങ്കര ആട്ടവും പാട്ടവും ബഹളവും കളിയും ചിരിയൊക്കെ. നമ്മളൊക്കെ 2 അടി മാറി നിന്ന് നമ്മുടെ ടീച്ചേഴ്സിനോട് സംസാരിച്ചിരുന്നത് പണ്ട് കാലങ്ങളിൽ, അധ്യാപകരോട്. ഈ കുട്ടികള് ടീച്ചറെ മിസ് ഉറങ്ങിക്കോ, ഞങ്ങളിങ്ങനെ എന്ന മനോഭാവത്തിലാണ് ടീച്ചേഴ്സിനോട് ഇടപെടുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, മക്കളെ പോയി കിടന്ന് ഉറങ്ങും, ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. ട്രെയിനിൽ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്, മക്കൾ കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞു. ആൺകുട്ടികളെ സെക്ഷനായിരുന്നു അത്. കുറെ എണ്ണങ്ങളൊക്കെ പോയി കിടന്നുറങ്ങി. അതിൽ 1-2 പിള്ളേരോട് ഞാൻ സംസാരിച്ചു, വേണം മക്കളെ പ്ലസ് 2 അല്ലേ, നല്ല കൂട്ടായി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും. മഞ്ചരീസിനെ പറ്റിയൊക്കെ പറഞ്ഞ്, പ്ലസ് 2 അല്ലേ മക്കളെ, നന്നായി പഠിക്കണം. അതൊന്നും കുഴപ്പമില്ല. ഒരു കുട്ടി പറയാണ് എന്നോട്, ഞാൻ ചോദിച്ചാൽ അതെന്താടാ പഠിക്കാൻ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, നീ എല്ലാം പഠിച്ചു കഴിഞ്ഞു? എനിക്കിപ്പോ ഞായറാഴ്ച AC-ന്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ 500 രൂപ വെച്ച് കിട്ടും. ആ കുട്ടി എനിക്ക് തന്ന ആൻസറാണ്. AC-ന്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് 500 രൂപ വെച്ച് കിട്ടും. ഞാൻ പറയും, 500 മതിയോടാ ജീവിക്കാൻ? പണി ഉണ്ടാകുമ്പോ അതൊക്കെ മതി ചേച്ചി, പിന്നെ ഇല്ലേ ഞാൻ എന്റെ വാപ്പയുടെ കൂടെ പോകും. ഞാൻ പറയാം, എവിടേക്ക് പോകും? ദുബായിലേക്ക്. ഞാൻ പറയാം, അവിടെ വാപ്പ എന്ത് ചെയ്യുന്നു? വാപ്പ അവിടെ ഷെഫാ. വാപ്പയുടെ അടുത്ത് ഞാൻ അവിടെ 2 കുക്കിങ്ങിന്റെ കാര്യങ്ങൾ പഠിച്ച പിന്നെ കഴിഞ്ഞു. അവിടെ നല്ല ശമ്പള. ഞാൻ പറഞ്ഞേ, നീ പ്ലസ് 2 എത്തിയിട്ട് അടുത്ത വർഷം നീ നിന്റെ വാപ്പയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നിന്റെ വാപ്പ തോറ്റു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്താ അവസ്ഥ? എന്റെ വാപ്പ അവിടെ കുറെ നാളായി പണിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ വാപ്പ കുറെ നാളായി പണിയെടുക്കണം. നിന്റെ വാപ്പ പണിയെടുക്കുന്ന കാലത്ത് നിന്റെ വാപ്പയ്ക്ക് ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ മോനെ? ഇന്ന് നിന്റെ വാപ്പയുടെ റെക്കമെൻഡേഷൻ ആണെങ്കിലും ശരി, എന്തായാലും ശരി, നീ ഏത് കമ്പനിയിൽ ഏത് ഹോട്ടലിൽ പോയിട്ട് ഒരു ചായക്കടയിൽ ചെന്ന് നീ ഒരു പണി ചോദിച്ചാൽ പോലും നിനക്ക് അവിടെ ഒരു സ്റ്റാഫിന്റെ ജോലി കിട്ടണമെങ്കിൽ നിനക്കൊരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അത് നീ മനസ്സിലാക്കണം. അങ്ങനൊക്കെ ഉണ്ടോ? ഞാൻ പറയും, പിന്നല്ലേ, അങ്ങനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ തലേ ദിവസം രാത്രിയില് ഒരു ബർത്ത് 2 പേർക്കും കൂടി കിട്ടി. അപ്പൊ 2 പിള്ളേരും തമ്മിൽ, എടാ എന്റേതും ഒരു നമ്പർ തന്നെ, നിന്റേതും ഒരു നമ്പർ തന്നെ, അതാ അങ്ങനെ വന്നത്, തെറ്റാണല്ലോ, അതാണല്ലോ, ഇതാണോ ബഹളം കൂട്ടി. ഞാൻ പറയും, മക്കളെ അത് RAC ആണ്, ഒരു സീറ്റ് 2 പേരും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. അങ്ങനൊക്കെ ഉണ്ട് ചേച്ചി. ഞാൻ പറഞ്ഞു, അങ്ങനൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ്, എടാ നിന്റേത് 63 ഇതല്ലേ, 64 ഇതല്ലേ, 65 ഇതല്ലേ എന്നിട്ട് അതിനൊരു ബഹളം. ഞാൻ പറഞ്ഞു, ഈ ട്രെയിനിന്റെ മുകളിലേക്ക് നോക്ക്, അപ്പർ ബർത്ത്, മിഡിൽ ബർത്ത്, ലോവർ ബർത്ത് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ നേരെയുള്ള നമ്പറുകൾ വായിക്കുക. അപ്പോ UB എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ബർത്ത്, മേളിൽ കിടക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇത് പഠിക്കും മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതുപോലും അറിയാത്ത നീയാണോടാ വാപ്പയുടെ അടുത്തേക്ക് ഓടണേന്ന് ചോദിച്ചു. അപ്പൊ അതിനവനൊന്നും അത് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് വാപ്പയുടെ അടുത്തേക്ക് ഹോട്ടൽ പണിക്ക് ഓടണേന്ന് ചോദിച്ചു.
പക്ഷെ നീ നല്ലൊരു പൊസിഷനിലേക്ക് നീ എത്തണം. എത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും ജീവിതം മുന്നേറില്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ, ഈ ആവശ്യകത എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് എപ്പോ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, അപ്പൊ മുതലാണ് നമുക്ക് നല്ലൊരു തലമുറ വരുന്നത്. ഒരു 85% അച്ഛനമ്മമാരാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൊടുക്കാത്തത്. നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ആഗ്രഹിക്കുന്നതെല്ലാം കൊടുത്തിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത, അതിലുള്ള ഏകാഗ്രത, അതിന്റെ ശ്രദ്ധ, ഇതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. നിങ്ങൾ അവർക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കേണ്ട, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, എല്ലാം വാങ്ങിച്ചു കൊടുക്കണം, മൊബൈൽ ഫോൺ അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നത് ഇല്ലേ? എന്താണ് വിദ്യാഭ്യാസം, എന്താണ് നീ നേടാൻ പോകുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോകും. അവിടെ ആ വിദ്യാഭ്യാസത്തിന്റെ ഏകാഗ്രത മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം സ്വഭാവ രൂപീകരണം, തെറ്റാണ് എങ്കിൽ തെറ്റാണ് എന്ന് പറയാൻ അച്ഛനമ്മമാര് പഠിക്കണം. നമ്മൾക്ക് ഉചിതമല്ലാത്ത ഒരു വാക്ക് വായിൽ നിന്ന് വന്നാൽ ആദ്യ വട്ടം ഉപദേശിക്കാം, രണ്ടാമത്തെ വട്ടം കുറച്ചൊന്ന് ഉപദേശിക്കാം, മൂന്നാമത്തെ വട്ടം ജീവിതത്തിൽ അവൻ അത് മറക്കരുത്. എന്റെ പോളിസി അതാണ്. ജീവിതത്തിൽ ആ ഒരു അവസ്ഥ അവൻ മറക്കരുത്. ആ അവസ്ഥയിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ എന്താണെന്നറിയാമോ, കൃത്യമായിട്ട് അത് മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു തലമുറയെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴേ ഓൾറെഡി അങ്ങനെ ഉണ്ട്, ഇല്ലാന്നല്ല. നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു മക്കളെ നമുക്ക് കാത്തിരിക്കാം. അവരങ്ങനെ വളർന്നു വരും, ദാനവന്മാരെ പോലെ വളർന്നു വരും. അമ്മ എന്ത് അച്ഛൻ എന്ത് എന്ന ബോധമില്ലാതെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തിയാണ് ഇതിന്റെ അടിസ്ഥാനം. എവിടെയാണോ ഭക്തി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോൻ വന്നു. ആ മാതാജിയുടെ പേരെന്തായിരുന്നു? ശൈല മാതാജി, കൊല്ലത്തുനിന്ന്. ശൈല മാതാജിയുടെ മകളുടെ മകൻ. അപ്പോ ആ കുട്ടി നമ്മൾ മൂകാംബികയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് ഭക്തിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പൊ ആ കുട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ കുട്ടി വന്നിട്ട് 2-3 ദിവസം ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശൈല മാതാജിയുടെ വേറെ ഒരു മോളുണ്ട്. ആ മോളുടെ മകൻ ശ്രീരാം നമ്മുടെ കൂടെ തിരുപ്പതി യാത്ര വന്നു. നല്ല കമ്പനിയായിരുന്നു, ചെറിയ കുട്ടി. അപ്പൊ ആ കുട്ടി പോയിട്ട് ഇവനോട് പറഞ്ഞു കൊടുത്തു, അമ്പിളി മാതാജി ഒക്കെ ഉണ്ട് അവിടെ, നല്ല രസമാണ് മാതാജി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനൊക്കെ ഇവൻ പോയി എന്തൊക്കെയോ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. ഇവനാണെങ്കിൽ 7 പഠിക്കുന്നു, 7-8 പഠിക്കുന്നു. എന്റെ DP നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവൻ വന്നു, ഇവൻ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഓടി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു, മാതാജി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ആൺകുട്ടി, ഈ മോൻ എവിടുന്ന് വന്നു എന്ന് പോലെ എനിക്കറിയില്ല. എനിക്ക് മക്കളെ എവിടുന്ന് വന്നു? അമ്മമ്മയുടെ കൂടെ വന്നു. അവൻ അമ്മമ്മ എന്തേ? ദേ അമ്മ മാതാജി വരുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത്. അവൻ മാതാജിയെ കാണണമെന്നും പറഞ്ഞ് അവൻ ഒരു സമാധാനവും തന്നില്ല. അങ്ങനെ വന്നതാ മൂകാംബിയയ്ക്ക് ചണ്ഡികാ ഹോമത്തിന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട്. അവൻ പോകുന്നത് വരെ ഞാൻ തുറന്ന് പറയാം, അവന്റെ ഉച്ചയുറക്കം പോലും എന്റെ ഈ ഷോൾഡറിലായിരുന്നു. ഞങ്ങളുടെ ബെഡില് എന്റെ ഈ ഷോൾഡറിൽ കാശി തീർത്ഥത്തിൽ കൊണ്ടുപോയി ഞങ്ങള് കുളിച്ച്, ഞാനും അവനെ സോപ്പ് തേച്ച് കുളിപ്പിച്ച് മുടി ചീകിക്കൊടുത്ത് ഞങ്ങള് വീണ്ടും അമ്പലത്തിൽ പോയി പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ച് സരസ്വതി മണ്ഡപത്തിലിരുന്ന് ദേവിയെ തൊഴുത് വേറെ ഒരു ലോകത്തായിരുന്നു നമ്മുടെ ഒരു ജീവിതം. പോകാൻ നേരം അവന് സത്യത്തിൽ പോകാൻ ഇഷ്ടമില്ല. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പോകാൻ നേരം അവൻ പറയണം, മാതാജിക്കും ദിവ്യാമാതാജിക്കും കുപ്പിയോളം വാങ്ങിച്ചേരാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്, വായോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ ആട്ട മക്കളെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലല്ല വരൂ 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 എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടു. അങ്ങനെ അവര് പോയി. പാതി വഴിയിൽ നിന്ന് തിരിച്ചു വന്നു. അയ്യോ മാതാജി, ഞാൻ കുപ്പിയോളം വാങ്ങിച്ചന്നില്ല, വരൂ 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 വാങ്ങിച്ചേരാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു മുതിർന്ന ഒരു ആൺകുട്ടിയെ പോലെ കടയിൽ ഞങ്ങളെ കയറ്റി, ഇഷ്ടമുള്ളത് എടുത്തോ, പറയാ ഇഷ്ടമുള്ളത് എടുക്ക്, കുപ്പിയോളം ഇഷ്ടമുള്ളത് എടുക്ക്, ഏതൊന്നും വെച്ചെടുത്തോ, ഈ കളറല്ലേ പെട്ടിരിക്കുന്നത്, അപ്പൊ ആ കളർ വേണ്ട, ഇല്ലാത്ത കളർ എടുക്കും മാതാജി. അങ്ങനെ ഒരു 6 എടുത്തു. ഞാൻ ഇത് മതി മോനെ എന്ന് പറഞ്ഞു. അത് 6 പോരാ, 2 കയ്യിലിറങ്ങി 12 വേണം എന്നും പറഞ്ഞു. അവൻ 12 എടുത്ത് കടക്കാരനോട് പറയാം, ചേട്ടാ ഇത് വല്ലതും പൊട്ടിയതുണ്ടോ നോക്കി, പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കയ്യിൽ തറച്ചു കയറും, പൊട്ടിയതുണ്ടോ നോക്കിക്കേ. അങ്ങനെ പൊട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി തിരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, മോനെ മാതാജി എന്താ നിനക്ക് ഇവിടുന്ന് വാങ്ങിച്ചു? എനിക്കൊന്നും വേണ്ട മാതാജി, എനിക്ക് എല്ലാം ഉണ്ട്. മാതാജി എന്നെ അനുഗ്രഹിച്ചാൽ മതി, എന്റെ കൂടെ ഉണ്ടായാൽ മതി, ഞാൻ അമ്മേന്ന് വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, ഓ പിന്നെന്താ.
എന്താ ഞാൻ പറയാന്നറിയില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എൻ്റെ സഞ്ജു പോലും എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും മാറിയിട്ട് ഞാൻ കരഞ്ഞ ദിവസമില്ല. അത്രയും ഞാനും ദിവ്യയും കരഞ്ഞു അവൻ പോയപ്പോ. എന്താ പറയണം എന്നറിയില്ല, ഒരു ചങ്ക് പറിച്ചു കൊണ്ടുപോകുന്ന ഒരു വേദനയായിരുന്നു ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയപ്പോ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുള്ള ബന്ധമാണ്. ഒന്നും നോക്കില്ല, എൻ്റെ DP ഞാനും അവനുമായിട്ടുള്ള DP ആണ്. അപ്പോൾ ഒരു വലിയ ഒരു ആത്മബന്ധമുണ്ട് നമ്മൾ എല്ലാവരും തമ്മിൽ. ഈ ബന്ധങ്ങളെല്ലാം കണക്ട് ആവുന്നത് ഈശ്വരനിലൂടെയാണ്. അത് ഏത് ലോകത്തിരുന്നാലും ശരി. ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, ഏതോ ജന്മത്തിൽ എൻ്റെ മകനായിരിക്കാം, നീ ഉള്ള സമയമൊന്നും അത്രയും മതിയായില്ല മോനെ. അത് കണ്ടിട്ട് എൻ്റെ മോൻ വിളിച്ചു, ആ മമ്മി എനിക്കൊരു അനിയനും കൂടി ഉണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടടാ. ആ മോൻ എവിടത്തെയാ? ഞാൻ പറഞ്ഞു ആ മോൻ കൊല്ലത്തെയാ. എന്നോട് മമ്മി എന്തു പറ്റി മമ്മി? അപ്പൊ കാര്യം പറഞ്ഞു. പാവം, നമുക്ക് ചെന്നൈ പോയിട്ടേ വല്ല ഗിഫ്റ്റും മേടിച്ച് അയച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഒരു ആത്മബന്ധം, ആ ആത്മബന്ധം നമ്മൾ വളർത്തിയെടുക്കണം. പരസ്പരം ബന്ധങ്ങൾ സൂക്ഷിക്കണം. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചത് കൊണ്ടോ, തൊട്ട് അയൽപ്പക്കത്ത് താമസിച്ചത് കൊണ്ടോ, ഒരു ഓഫീസിൽ ജോലി ചെയ്തത് കൊണ്ടോ, ഒരുമിച്ച് യാത്ര ചെയ്തത് കൊണ്ടോ ഒന്നും മാത്രം ബന്ധങ്ങളാവില്ല. വൈഡായ ഒരു ബന്ധം നമുക്ക് മുമ്പിലുണ്ട്, ഈശ്വരീയ ബന്ധം. ആ ഈശ്വരീയ ബന്ധം പരസ്പരം വ്യക്തി വൈരാഗ്യങ്ങളില്ലാതെ, ഞാനോ നീയോ വലുത് ചെറുത് എന്ന ബോധമില്ലാതെ നമ്മൾ വളർത്തിയെടുക്കണം. സ്നേഹിച്ചും സഹായിച്ചും കരുതിയും ചേർത്ത് പിടിച്ചും ക്ഷമിച്ചും വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു ബന്ധത്തെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം നമ്മളെല്ലാം പുനർജന്മങ്ങളാണ്. കഴിഞ്ഞ ജന്മം നമുക്കുണ്ടായ പല ബന്ധങ്ങളും ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഏതോ ജന്മത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അച്ഛനമ്മമാരെ നമുക്ക് തിരിച്ചു കിട്ടും. അവർക്ക് നമ്മളോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തോന്നും. നമ്മൾ എത്ര അകന്നു മാറിയാലും അവർ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ അവരെ തേടി പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു വലിയ ഒരു കണക്ഷൻ ഈ ലോകത്തുണ്ട്. ആ ലോകത്തെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുമ്പം എല്ലാത്തിനും ആധാരം ഭക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഉൾക്കണ്ണുകൾ തുറക്കാൻ സാധിക്കൂ. ജ്ഞാനത്തിന്റെ കണ്ണിലൂടെയും ആത്മാവിന്റെ ദൃഷ്ടിയിലൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ജ്ഞാനത്തിന്റെ ആത്മീയതയുടെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയിലൂടെ യാത്ര ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളെ തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പോ ഒന്നാമതായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണം. ആധ്യാത്മിക മാർഗത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, മായാശക്തിയോട് പൊരുതാനാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ലോകത്ത് ഭക്തിയുമായി ജീവിക്കുന്നു, ചുറ്റുപാടുകൾ എന്താണെന്നൊന്നും എനിക്കറിയണ്ട. ഇത് തെറ്റാണ്. ചുറ്റുപാടുകൾക്ക് വേണ്ടി ജീവിക്കുക. ഒരാൾക്ക് വിഷമമെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം. എത്രത്തോളം സഹിക്കാൻ സാധിക്കുമോ അത്രത്തോളം സഹിക്കുക. എത്രത്തോളം ക്ഷമിക്കാൻ സാധിക്കുമോ അത്രത്തോളം ക്ഷമിക്കുക. സ്വാർത്ഥത വെടിയ ജീവിതത്തിൽ. ഞാൻ എൻ്റെ എനിക്ക് എന്ന ഭാവത്തിൽ നിന്ന് പുറത്തു വരിക, നാം നമുക്ക് നമ്മുടെ എന്ന ഭാവത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോഴാണ് ജീവിതം മനോഹരമാവുന്നത്. മനസ്സിലായില്ലേ? മായാശക്തിയോട് യുദ്ധം വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം. മായാശക്തിയുടെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് മനുഷ്യനെ പല പല പ്രലോഭനങ്ങൾ കൊണ്ട് മായാശക്തി തോൽപ്പിക്കാൻ നോക്കും. നമുക്ക് പല പ്രലോഭനങ്ങളും വരും. ഒരു മാതാജി അവിടെ കിടന്ന് ഏതാണ്ടൊക്കെയോ പറയുന്നു, ഇവരുടെ വർത്താനം കേട്ടാ നമ്മുടെ വീട്ടിൽ ചോറ് വെന്തിരിക്കും നിങ്ങളുടെ വീട്ടില്, ഞാൻ ഉറപ്പ് തരുന്നത്. കാരണം എന്താണെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഷ്ടപ്പെട്ട് മൂടി വെക്കുന്നതിനേക്കാളും മുന്നേ അയൽവക്കത്തുനിന്ന് കൊണ്ടുവരും ഒരു കറി. ഇല്ലാന്ന് പറയാൻ പറ്റൂല നമുക്ക്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഗിഫ്റ്റ് കിട്ടും, ഇല്ലേ? ഞാനിതേ ഇവിടെ ചണ്ഡികാഹോമത്തിന് വന്നപ്പം അമ്മയ്ക്ക് ഞാൻ സാരിയൊക്കെ സമർപ്പിച്ചു. 3 സാരി ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് അമ്മയ്ക്ക് സമർപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച കാര്യമാണത്. അപ്പൊ അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഞാനിതാ എൻ്റെ ശമ്പളത്തിൽ നിന്നൊരു 3 സാരി അമ്മയ്ക്ക് സമർപ്പണം ചെയ്യണം, അമ്മ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നേരെ തിരിച്ചു വന്ന് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ എന്താ ഉണ്ടായതെന്ന് അറിയാമോ? വേറൊരു മാതാജി വന്നിട്ട് എന്നോട് പറയാണ്, മാതാജിയെ കാണാനാണ് ഞാൻ ഓടി വന്നത്. ഞാൻ പറഞ്ഞു, ശരി മാതാജി, ഒരുപാട് സന്തോഷം, ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്, ഞങ്ങൾ ഒരുപാട് സന്തോഷം മാതാജി. ഞാൻ മാതാജിക്ക് ഇതേ കൊണ്ടുവരാൻ വേണ്ടി ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞാൻ അമ്മയ്ക്ക് ഒരെണ്ണം 3 സാരി കൊടുത്തു.
സന്തോഷത്തോടെ ഞാൻ കൊടുത്തു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഇത് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടാണ് കൊടുത്തത്, അമ്മയ്ക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് അവിടെ മുതൽ ഇവിടം വരെ വാങ്ങിക്കൊണ്ടുവന്നു. നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ സമർപ്പണം ചെയ്തു. പ്രതീക്ഷിക്കാതെ എൻ്റെ മുമ്പിൽ ഒരു പുതിയ സാരി കിട്ടിയപ്പോൾ ഞാനങ്ങ് ശരിക്കും ഷോക്കായിപ്പോയി. ആലോചിച്ച് നോക്കണം. അപ്പോ എല്ലാം ഒരു ശക്തി അറിയുന്നുണ്ട് അല്ലെ. നമ്മൾ കൊടുത്ത 3 എണ്ണത്തിനേക്കാൾ എന്താണ് വലുതാണ് ആ ഒരു ലഭിച്ച ആ ഒരെണ്ണം. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുദ്ധം വേണം. യുദ്ധം ചെയ്താലോ നമുക്ക്? യുദ്ധം ചെയ്യാം. ചെയ്ത യുദ്ധമൊന്നും പോരെ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്ത ആ ഒരു കാര്യത്തിന് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു ആനന്ദമുണ്ട് അല്ലെ. അതേപോലെ കഴിഞ്ഞ ഓണമല്ലേ അത്, ഓണത്തിന്റെ സമയത്ത് നമ്മുടെ ഓമന മാതാജി, ഞാൻ വിഷ്ണുവിനും ദിവ്യ മാതാജിക്കും ബിന്ദു അമ്മയ്ക്കും എല്ലാം ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തു. അവര് ചോദിച്ചു മാതാജി വാങ്ങുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, വേണ്ട, എനിക്ക് വേണ്ട, ഒരുപാടുണ്ടല്ലോ ഡ്രസ്സ്, കുഴപ്പമില്ല, ഇഷ്ടം പോലെ ഉണ്ട്, ഉള്ളത് മതിയെന്ന്, എന്തിനാ ഈ വാങ്ങിക്കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഓമന മാതാജി, നമ്മുടെ ഓമനക്കുട്ടാന്ന് ഞാൻ വിളിക്കുന്ന ഓമന മാതാജിയുടെ വക വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു കേരള സാരി വന്നു. അതാണ് ഞാൻ എവിടെ യൂസ് ചെയ്തത്? തിരുപ്പതിയിൽ യൂസ് ചെയ്തത്. അപ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം. ഭഗവാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സമ്മാനങ്ങൾ നൽകും. അത് ഡ്രസ്സായിക്കോണമെന്നില്ല. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളാവാം, വീടില്ലാത്തവർക്ക് വീടാവാം, സൗഹൃദമില്ലാത്തവർക്ക് സൗഹൃദങ്ങളാവാം, ചേർത്ത് പിടിക്കാൻ ആളില്ലാത്തവർക്ക് അതിനുള്ള ബന്ധങ്ങളാവാം, ധനമില്ലാത്തവർക്ക് ധനമാവാം, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യമാവാം. അങ്ങനെ ഏതു വഴിക്കും ഈശ്വരൻ നമുക്ക് തരും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കൃത്യമാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ളതും അവരുടെ ഭാഗത്തു നിന്നുള്ളത് കൃത്യമായിരിക്കും. അല്ലാതെ പ്രഹസനമാണ് എങ്കിൽ അവരും തിരിച്ച് പ്രഹസനം തന്നെ കാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വേണ്ടത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഏകാഗ്രത, ഒരു സമർപ്പണം, ആ മനോഭാവത്തിൽ ചെയ്യാം. സ്വാഭാവികമായി തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനത്തിൽ നമ്മൾ വശപ്പെട്ടു പോവരുത്. നമ്മൾ എപ്പോഴും വിട്ടുപോകും. പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അല്ലെ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളിൽ നമ്മൾ വശപ്പെട്ടു പോകും. അതൊന്നും വശപ്പെടാതെ സമാധാനത്തോടെ നമ്മൾ എന്ത് ചെയ്യാം? മുന്നോട്ട് പോവാം. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുക? നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും. പിന്നെ എന്ത് പറയുന്നു? യോഗാചലിത മാനസ എന്ന് പറയുന്നുണ്ട്. യോഗാചലിത മാനസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായിരിക്കുന്ന ഒരു മാർഗത്തിൽ നിന്നുള്ള ഭ്രമമാണത്. യോഗാചലിത മാനസ എന്ന് പറയുന്നത് അതായത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള ഫലം എന്താണെന്ന് അറിയാനാണ് അർജുനന് ഇഷ്ടം. പൂ വയ്ക്കുന്നില്ലേ? വെച്ചോ. അപ്പം ആധ്യാത്മികതയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? നമസ്തേ. ആധ്യാത്മികതയിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർജുനന്റെ ഒരു ചോദ്യം അതാണ്. ആധ്യാത്മികതയിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നോക്കാം ലില്ലി മാതാജി, എന്താണ് സംഭവിക്കുക എന്നാണ് അർജുനന് അടുത്തതായിട്ട് അറിയേണ്ടത്. അപ്പോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സമയം ആയി വരുന്നു അല്ലെ എല്ലാവർക്കും? 11:25 വനഭോജനത്തിനുള്ള സമയമായി. ആയോന്ന് ചോദിച്ചാ ദിവ്യ, വനഭോജനം എത്ര മണിക്കാ? 11:30 ജനുവണ്ണ എന്നാ പിന്നെ യുദ്ധം ചെയ്യാം നമുക്ക് മായാശക്തിയുമായിട്ട് അല്ലേ? 3:45. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് എപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിലിടാം. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ.